ഹായ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാന്നും അതേപോലെ തന്നെ കുറെ കുട്ടികൾ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ് അവർക്ക് വേരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നു. അതെന്തുകൊണ്ടെന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെ വീട്ടിൽ ഇരുന്ന് തന്നെ ചെക്ക് ചെയ്യുന്നതിന് നോക്കാം. ഗൂഗിളിൽ കയറിയിട്ട് LBS സെന്റർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോഴേക്കും ഒരു പേജ് ഓപ്പൺ ആവും. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് LBS സെന്റർ എന്നും പറഞ്ഞ് തന്നെ വീണ്ടും വരും. അപ്പോൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഒരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ അവർ ഹൈലൈറ്റ്സ് എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നഴ്സസ് ആൻഡ് അലൈഡ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറഞ്ഞ ഒരു ബോക്സിലുണ്ട്. അതിലൊന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് വീണ്ടും ഒരു പ്രോസ്പെക്റ്റീവ്സ് ഒക്കെ ഉള്ള ഒരു പേജ് ഓപ്പൺ ആവും. അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 ബാറ് കാണും. അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്ക് അതിനകത്ത് ലോഗിൻ എന്നും പറഞ്ഞ് കിടക്കും. അപ്പോൾ ആ ലോഗിനിൽ കയറിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും കൂടെ അടിച്ചു കൊടുക്കുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ എന്താണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വെരിഫിക്കേഷൻ പാർഷ്യലി കംപ്ലീറ്റഡ് എന്നും പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ അവിടെ സബ്മിറ്റ് ആയി എന്നാണ് അർത്ഥം. പിന്നെ വെരിഫിക്കേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ് എന്നും പറഞ്ഞ് ചില കുട്ടികൾക്ക് കാണും. അതെന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുകയാണ്. LBS സെന്ററിൽ അവിടെ മാനുവലി ആണ് അത് അനലൈസ് ചെയ്യുന്നത്. ആൾക്കാരെല്ലാം കൂടെ ഇതൊക്കെ നിങ്ങൾ കൊടുത്ത ഡേറ്റ് എല്ലാം കറക്റ്റ് ആണോ എന്ന് മാനുവലി ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യും, കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന്റെ പിറ്റേന്നോ 2 ദിവസം കഴിഞ്ഞോ തന്നെ അത് എന്ത് ചെയ്യത്തില്ല, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവണമെന്ന് വരത്തില്ല. അപ്പൊ അതിനെന്ത് ചെയ്യും, കുറച്ച് സമയം എടുക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എടുത്ത് നോക്കണം, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണെന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാണെങ്കിൽ അതിന് കറക്ഷൻ ടൈം വരെ പേടിക്കേണ്ട, കറക്ഷൻ ടൈം തരും. ആ കറക്ഷൻ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ ജൂലൈ 2 വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു കറക്ഷൻ ടൈം തരും. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തതിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ കറക്ഷൻ സമയത്ത് എന്ത് ചെയ്തിരിക്കണം, കറക്റ്റ് ചെയ്തിരിക്കണം. കാരണം പിന്നെ ഒരു അവസരം കിട്ടത്തില്ല. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ കറക്ഷൻ ടൈമിൽ വേണം നിങ്ങൾ അത് ഓർത്ത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട്. അതേപോലെ പിന്നെ കുറെ പേര് വന്ന് ചോദിച്ച ഡൗട്ടാണ്, പിന്നുള്ളൊരു ഡൗട്ടാണ് എപ്പോഴാണ് നമ്മൾ കോളേജും പിന്നെ വേണ്ടുന്ന കോഴ്സൊക്കെ സെലക്ട് ചെയ്ത് വെക്കുന്നതെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ രജിസ്ട്രേഷൻ കഴിയുമല്ലോ, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണ് ഈ കറക്ഷൻ ടൈം തരുന്നത്. പിന്നെ റാങ്ക് ലിസ്റ്റ് ഇടും. അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു സമയം തരും. കുറെ പേര് ചോദിച്ചതാണ് എപ്പോഴാണ് നമുക്ക് വേണ്ടുന്ന കോളേജും കോഴ്സൊക്കെ സെലക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് LPS ഒരു പ്രത്യേക സമയം തരും. ഇപ്പോൾ നമ്മുടെ ഈ രജിസ്ട്രേഷൻ നടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ 2 വരെയാണ് രജിസ്ട്രേഷന്റെ സമയം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കറക്ഷൻ ടൈം തരും. ടൈമിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് ഇടും. നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റും അതേപോലെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് ഇടും. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോളേജിൽ ഏതൊക്കെ റാങ്ക് ഉള്ള കുട്ടികളാണ് എടുത്തിട്ടുണ്ടെന്ന് നോക്കുക. അപ്പൊ നമ്മുടെ റാങ്ക് അനുസരിച്ച് ഏത് കോളേജാണ് വരുന്നതെന്ന് അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഈ റാങ്ക് ലിസ്റ്റിന് ശേഷം ആണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷന് സമയം തരുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് വേണം നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും അതേപോലെ തന്നെ കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷമാണ് ഓരോ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, ഈ 3 അലോട്ട്മെന്റും കഴിഞ്ഞിട്ട് പിന്നെ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് വരും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ ബൈ.